നമസ്കാരം. LDF-ന് തൃശ്ശൂരിൽ നിർത്താവുന്നതിൽ മികച്ച സ്ഥാനാർത്ഥി, രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ ഒരുപോലെ സ്വാധീനമുള്ള മുഖം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ തന്നെ VS സുനിൽകുമാർ പ്രചാരണ രംഗം കൊഴുപ്പിച്ചിട്ടുണ്ട്. ജനകീയ മുഖം എന്നതാണ് സുനിൽകുമാറിനെ തൃശ്ശൂരിനെ എടുക്കാൻ ചുമതലപ്പെടുത്താനുള്ള കാരണം. ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഏറ്റവും കൂടുതൽ ലഭ്യമാവാനുള്ള സാധ്യതയും VS സുനിൽകുമാറിന് തന്നെയാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും പ്രതിസന്ധി സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റാണ് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന BJP-യുടെ ഗവൺമെന്റ്. 2014 അധികാരത്തിൽ വരുമ്പോൾ ഒട്ടനവധി ഗ്യാരണ്ടികളും ഒട്ടനവധി വാഗ്ദാനങ്ങളും നൽകി അധികാരത്തിൽ വന്ന ഗവൺമെന്റാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. 2024 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും BJP അധികാരത്തിൽ വന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഇന്ന് നാം കാണുന്ന ഇന്ത്യ ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകില്ല എന്ന ഗുരുതരാവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ട്. ആദ്യ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ജനം കണ്ടത് സിനിമാ നടനായും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിട്ടുമായിരുന്നുവെങ്കിൽ ഇത്തവണ അത് മാറി BJP-കാരനായിട്ട് തന്നെയാണ് ജനം സുരേഷ് ഗോപിയെ കാണുന്നത്. തുടരെയുള്ള അദ്ദേഹത്തിന്റെ മോദി അനുകൂല പ്രസ്താവനകൾ, ബ്രാഹ്മണനായിട്ട് ജനിക്കണം തുടങ്ങിയ ഒട്ടേറെ പ്രസ്താവനകളിൽ നിന്നും ജനം എന്തായാലും സുരേഷ് ഗോപിയെ വായിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്ന എന്താവശ്യത്തിനാണ്? നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരനോട് ഉണ്ടാകണ്ടേ? നിങ്ങൾ ബൂത്തുകാർ മനസ്സിലാക്കൂ, നമ്മൾ യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത്, നമ്മൾ അവർക്ക് നേട്ടം ഉണ്ടാക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്. അതിനെന്നെ സഹായിച്ചില്ലെങ്കിൽ നാളെ ഞാൻ ട്രിവാൻഡ്രത്തേക്ക്. ഗുരുവായൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്, മണലൂർ, ഒല്ലൂർ, തൃശൂർ ഈ നിയമസഭാ മണ്ഡലങ്ങളെല്ലാം ഇടതിനൊപ്പം നിലകൊള്ളുന്നു. LDF-ന്റെ വിജയപ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതും ഈ ഘടകങ്ങൾ തന്നെയാണ്. എന്നാൽ കരുണാകരന്റെ മകൻ കളത്തിലിറങ്ങിയിട്ടുണ്ടെങ്കിലും സുനിൽകുമാറിന് അനുകൂലമാകാനാണ് സാധ്യതയെന്നാണ് അടിയൊഴുക്കുകൾ പ്രവചിക്കുന്നത്.